ഡെഡ് സീ അഥവാ ചാവുകടൽ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കടൽ ലോകപ്രശസ്തമാവാൻ കാരണമെന്താണ്? പേരിൽ പതിയിരിക്കുന്ന അപകടം കടലിലുമുണ്ടോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ അനവധിയാണ്. ഇതിനുള്ള ഉത്തരമറിയണമെങ്കിൽ ഇസ്രായേലിനും ജോർദാനും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഈ ജലാശയത്തെ അടുത്തറിയണം. വരൂ, നമുക്കവിടെ വരെ ഒന്ന് പോയി വരാം. തെക്കൻ ഇസ്രായേലിലെ ജൂത മരുഭൂമിയിൽ കിഴക്ക് ജോർദാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഉപ്പുജല തടാകമാണ് ചാവുകടൽ. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയം. സമുദ്രനിരപ്പിൽ നിന്ന് 422.83 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്നു. മരണത്തിന്റെ കടലെന്നാണ് ചാവുകടലിനെ വിളിക്കുന്നത്. പടിഞ്ഞാറ് ജൂദായിയുടെയും കിഴക്ക് ജോർദാനിയൻ പീഠഭൂമികളുടെയും ഇടയിൽ കരകളാൽ ചുറ്റപ്പെട്ട ഈ ഉപ്പുജല തടാകത്തിലെ ഉയർന്ന ലവണാംശം കാരണം ജീവജാലങ്ങൾക്ക് വളരാൻ സാധിക്കില്ല എന്നതാണ് ആ പേര് വരാൻ കാരണം. ഈ കടലിൽ ജീവികളില്ലെന്നു മാത്രമല്ല, കരയിൽ പോലും സസ്യങ്ങൾ വളരുന്നില്ല. എന്നാൽ ഉപ്പ് ഭക്ഷണമാക്കി ജീവിക്കുന്ന ചില സൂക്ഷ്മജീവികൾ ഇവിടെ വസിക്കുന്നുമുണ്ട്. മറ്റു സമുദ്രങ്ങളെക്കാൾ 10 മടങ്ങ് ലവണാംശം കൂടുതലാണ് ഇവിടെ. അതിനാൽ തന്നെ കടലിൽ എന്ത് വീണാലും പൊങ്ങിക്കിടക്കും. നിങ്ങൾ മരിക്കണമെന്ന് കരുതി ചാടിയാൽ പോലും പൊങ്ങിക്കിടക്കുമെന്ന് ചുരുക്കം. ഇതാണ് ചാവുകടലിനെ ലോകപ്രശസ്തമാക്കിയത്. ജലത്തിനു മുകളിൽ മലർന്നു കിടന്നു പുസ്തകങ്ങളും മറ്റും വായിക്കുന്ന സഞ്ചാരികളുടെ ചിത്രങ്ങൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. മെഡിറ്ററേനിയനിൽ നിന്ന് താഴ്വരയിലേക്ക് ഒഴുകിയെത്തുന്ന കടൽവെള്ളമാണ് ചാവുകടലിന്റെ ഉപ്പുരസത്തിന് കാരണം. ഏകദേശം 4 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഉത്ഭവിച്ച ഇത് ഭൂമിയിലെ ഏറ്റവും ഉപ്പുരസമുള്ള ജലാശയങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പോയിന്റുമാണ്. വർഷം മുഴുവനും സൂര്യപ്രകാശം ലഭിക്കുന്ന ആകാശവും താരതമ്യേന ഉയർന്ന താപനിലയും ചെറിയ മഴയുമുള്ള വരണ്ട മരുഭൂമി കാലാവസ്ഥയാണ് ഇതിന്റെ സവിശേഷത. ലോകത്തിലെ ഏറ്റവും ഉപ്പുരസമുള്ള 4 ജലാശയങ്ങളിലൊന്നാണിത്. ലോകത്തിലെ മറ്റേതിൽ നിന്നും വ്യത്യസ്തമായൊരു ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുന്ന നിരന്തരമായ മാറ്റങ്ങൾ ഇവ സൃഷ്ടിക്കുന്നു. ഈ പ്രദേശത്തെ വായു, കര, ജലം എന്നിവ അതുല്യമായ ധാതുക്കളുടെ അളവ് അതിന്റെ ചികിത്സാ ഗുണങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രശസ്തമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇതൊരു ആരോഗ്യ കേന്ദ്രമാണെന്ന് വ്യക്തമാണ്. മുഖക്കുരു, സോറിയാസിസ് തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്കും പേശിവേദന, സന്ധിവാതം എന്നിവയ്ക്കും ഈ വെള്ളത്തിലെ കുളി ഗുണകരമാണെന്ന് കരുതപ്പെടുന്നു. ചരിത്രം പറയുന്നത് ക്ലിയോപാട്രയും ചാവുകടലിനെ തന്റെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു സ്പായായി കണ്ടിരുന്നു എന്നാണ്. ജോർദാനിലെയും ഇസ്രായേലിലെയും പതിവ് കാഴ്ചയാണ് ചാവുകടലിൽ സ്പാ സമാനമായ അന്തരീക്ഷം ആസ്വദിക്കുന്ന ആളുകളുടേത്. ഇവിടെ സൺബാത്ത് ചെയ്യുന്നതുകൊണ്ട് സൂര്യാഘാതം ഉണ്ടാകുന്നില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ചാവുകടലിലുടനീളം ഏകദേശം 40 ബില്യൺ ടൺ അടുത്ത് ഉപ്പുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ചാവുകടൽ സന്ദർശിക്കുന്നവർക്ക് കടൽ തീരത്ത് ആളുകൾ കൂട്ടമായി മുഖത്തും ശരീരത്തും ചെളി പുരട്ടുന്നത് കാണാൻ കഴിയും. സോപ്പ് കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പുരാതന ഗ്രീക്കുകാരും റോമക്കാരും മുഖം വൃത്തിയാക്കാൻ ചെളി ഉപയോഗിച്ചിരുന്നു. ചാവുകടലിന്റെ ഉപ്പിൽ, പ്രത്യേകിച്ച് ചാവുകടലിലെ കറുത്ത ചെളിയിൽ ഉയർന്ന അളവിൽ ഉപ്പും ധാതുക്കളും അടങ്ങിയിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കി. അവയിൽ ചിലത് സുഷിരങ്ങളിലൂടെ തുളച്ചു കയറാനും ചർമ്മത്തെ പോഷിപ്പിക്കാനും പര്യാപ്തമാണ്. ഈ ധാതുക്കൾ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും ചുളിവുകൾ മൃദുവാക്കാനും ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും ആരോഗ്യകരമായ തിളക്കം നൽകാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചാവുകടലിലെ വെള്ളത്തിന്റെ ഉയർന്ന ലവണാംശം അതിനെ വളരെ സാന്ദ്രവും എണ്ണമയമുള്ളതുമാക്കി മാറ്റുന്നു. ഇത് ചാവുകടലിൽ പൊങ്ങിക്കിടക്കുന്ന അനുഭവം നൽകുന്നു. എപ്പോഴും കാലാവസ്ഥ ഇവിടെ വളരെ വരണ്ടതും ചൂടുള്ളതുമായിരിക്കും. നിങ്ങളുടെ തൊണ്ടയിലോ കണ്ണിലോ വെള്ളം പോയാൽ അസ്വസ്ഥത അനുഭവപ്പെടാം. അതിനാൽ നിങ്ങളുടെ തല വെള്ളത്തിൽ മുക്കുന്നത് നല്ലതല്ല. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും മുറിവുകളോ പോറലുകളോ ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഉയർന്ന ലവണാംശം കാരണം അവയും പ്രശ്നമായേക്കാം. ഇസ്രായേലിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചാവുകടൽ. എന്നാൽ ഭൗമശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളുള്ള ഈ പ്രദേശം ഇന്ന് നാശത്തിന്റെ പാതയിലാണ്. ചാവുകടലിന്റെ ഉപരിതല നിരപ്പ് ഓരോ വർഷവും 1 മീറ്ററിൽ കൂടുതൽ കുറയുന്നു എന്നതാണ് വസ്തുത. 1975 മുതൽ കടലിലെ ജലനിരപ്പിൽ 25 മീറ്ററിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ചാവുകടലിന്റെ സംരക്ഷണത്തിനായി ഇസ്രായേലും ജോർദാനും 2015 കരാറിൽ ഒപ്പുവെച്ചു എന്നത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. If you like our content, please like, share and subscribe. Enable the bell icon to get the next interesting videos notification.